നമസ്കാരം. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ പ്രകൃതി സുരക്ഷാ പദ്ധതികളിൽ നിന്നെല്ലാം അമേരിക്ക പിന്നോട്ടു പോകുമ്പോൾ അടുത്തിടെ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രകൃതി ചർച്ചകളിലെ വിജയത്തെ അടിസ്ഥാനമാക്കി കൂടുതൽ നേതൃപരമായ പങ്ക് ഏറ്റെടുക്കാനാണ് റഷ്യയുടെ നേതൃത്വത്തിലുള്ള ബ്രിക്സ് തയ്യാറെടുക്കുന്നത്. ബ്രിക്സിന്റെ ഈ ഏറ്റെടുക്കൽ നയം രാഷ്ട്രീയ ഭിന്നതയിലും പണത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലും വേരൂന്നിയ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുകയും ആഭ്യന്തര താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്ത അമേരിക്കയ്ക്ക് ഈ വർഷത്തെ ഉന്നതതല യോഗങ്ങളിൽ പ്രധാന വിഷയങ്ങളിൽ ഒന്നായിരിക്കും ഇത്. ഫെബ്രുവരിയിൽ റോമിൽ നടന്ന COP16 ചർച്ചകളിൽ കരാർ ഉറപ്പാക്കുന്ന കരട് വാചകം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ബ്രിക്സ് വിവിധ മാർഗങ്ങൾ നിർദ്ദേശിച്ചത് എന്നാണ് റിപ്പോർട്ട്. ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന ഏത് വിപത്തിനെയും തടയുന്നതിന് കോടിക്കണക്കിന് ഡോളർ തുക സമാഹരിക്കാനും കൂട്ടായ്മ ശ്രമം നടത്തുന്നുണ്ട്. ഭാവിയിൽ ഈ സ്വാധീനം മറ്റ് മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ പരിസ്ഥിതി ഉപമന്ത്രി നരേൻ സിംഗ് പറഞ്ഞു വെക്കുന്നത്. G20 പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന രാജ്യം എന്ന നിലയിൽ ഈ വർഷം ദക്ഷിണാഫ്രിക്കയാകട്ടെ തങ്ങളുടെ പ്രൊഫൈൽ ഉയർത്തുകയാണ്. ബഹുമുഖ ചർച്ചകളിൽ അമേരിക്കയുടെ കുറവ് ബ്രിക്സിന് നികത്താൻ കഴിയുമെന്ന് തന്നെയാണ് ബ്രസീലിയൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറി മരിയ ആഞ്ചലിക്ക ഇക്കഡെ പറയുന്നത്. ആഗോള പ്രതിസന്ധികളിലും പ്രശ്നപരിഹാരങ്ങളിലും ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പാലമായി നിലകൊള്ളുന്നു കൊളംബിയയും വ്യക്തമാക്കി. അമേരിക്ക, ഇറ്റലി, അർജന്റീന എന്നിവിടങ്ങളിൽ ഉയർന്നുവരുന്ന തീവ്ര വലതുപക്ഷ സർക്കാരുകൾക്ക് മുന്നിൽ ആഗോള ദക്ഷിണേന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബ്രിക്സ് ഈ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ബ്രിക്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ടെന്നും അമേരിക്ക നിലവിൽ നടത്തിയ പോലൊരു പിൻവാങ്ങൽ ചതി അവരും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അവർക്കൊരു കൈത്താങ്ങായി ബ്രിക്സ് കൂടെ നിൽക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പക്ഷേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്ക അവശേഷിപ്പിച്ച ശൂന്യത നികത്താൻ ബ്രിക്സ് സഹായിക്കണമെങ്കിൽ രാഷ്ട്രീയവും ധനകാര്യവും സംബന്ധിച്ച ആഭ്യന്തര ഭിന്നതകൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നത് തള്ളിക്കളയാനാവില്ല. നിലവിൽ ദാതാക്കളായ രാജ്യങ്ങളുടെ ഔദ്യോഗിക സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കാൻ ബ്രിക്സ് വിസമ്മതിക്കുന്നത് ഒരു തടസ്സമാകുമെന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ വിശിഷ്ട പോളിസി ഫെലോ ആയ ടിമോ ലീറ്ററും പറഞ്ഞിരുന്നു. സാമ്പത്തിക ബാധ്യത പങ്കിടണമെന്ന വികസിത രാജ്യങ്ങളുടെ ആവശ്യത്തെ ഇടത്തരം വരുമാനക്കാരായ ബ്രിക്സ് ഇതുവരെ എതിർത്തിരുന്നു. ആഗോള ക്രമം മാറ്റുന്നതിനും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതിനുമുള്ള ബ്രിക്സിന്റെ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് ഏറ്റവും മികച്ച അവസരമായിരിക്കുമെന്നാണ് കരുതുന്നത്. അമേരിക്കയുടെ പുതിയ നിലപാട് യഥാർത്ഥത്തിൽ ഒരു അവസരമായി മാറിയിരിക്കുന്നത് ബ്രിക്സിനാണ്. ലോകത്തിലെ ജൈവ വൈവിധ്യ ധനസഹായത്തിന്റെ ഭൂരിഭാഗവും വിതരണം ചെയ്യുന്ന ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി നടത്തിപ്പിൽ കൂടുതൽ പങ്കുവഹിക്കാനുള്ള ആവശ്യങ്ങൾ ഹ്രസ്വകാലത്തേക്ക് ബ്രിക്സ് വീണ്ടും ഉന്നയിക്കാനും സാധ്യതയുണ്ട്. പ്രകൃതിക്കും ജൈവ വൈവിധ്യത്തിനും കൂടുതൽ പണം ചെലവഴിക്കുന്നതിന് പകരം രാജ്യങ്ങൾ അവരുടെ ആണവായുധങ്ങൾ നവീകരിക്കുകയോ കൂടുതൽ ആയുധങ്ങൾ വാങ്ങുകയോ ചെയ്യുന്നത് ഒരു പ്രശ്നമാണെന്നും ബ്രസീൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബ്രസീലിൽ നടക്കാനിരിക്കുന്ന COP13 കാലാവസ്ഥാ ചർച്ചകളും സ്പെയിനിലെ സെവില്ലിൽ നടക്കുന്ന ധനസഹായ വികസന സമ്മേളനവും ഒരുമിച്ച് പ്രവർത്തിക്കാനും കാലാവസ്ഥാ നേതൃത്വം നൽകാനുമുള്ള ബ്രിക്സ് ഗ്രൂപ്പിന്റെ കഴിവിന്റെ നിർണായക പരീക്ഷണങ്ങളായിരിക്കും. അവരുടെ ആന്തരിക ഭിന്നതകളെ മറികടന്ന് ഒരു ഐക്യമുന്നണി അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ ആഗോള കാലാവസ്ഥാ ശ്രമങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിലൂടെ അവശേഷിച്ച ശൂന്യത നികത്താൻ ബ്രിക്സിന് കഴിയുമെന്നും ഉറപ്പാണ്.